നിങ്ങളുടെ കുട്ടികൾ അമിതമായി സ്ക്രീൻ യൂസ് ചെയ്താൽ പ്രധാനമായും ബാധിക്കുന്നത് 3 ഏരിയകളിലാണ്. ഒന്നാണ് അറ്റൻഷൻ. കുട്ടികൾ കാർട്ടൂൺ കാണുമ്പോൾ അല്ലെങ്കിൽ മൊബൈലിൽ ഗെയിം കളിക്കുമ്പോൾ നമുക്ക് ശ്രദ്ധിച്ചാൽ അറിയാം അതിലെ സീനുകൾ വളരെ വേഗത്തിലാണ് മാറിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരു സീനിൽ തന്നെ ഒത്തിരി കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ചെറിയ സമയം കൊണ്ട് തന്നെ ഒത്തിരി എക്സൈറ്റ്മെന്റ് ഉണ്ടാകാനായി ബ്രെയിൻ പതുക്കെ ശീലിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇങ്ങനത്തെ കണ്ടന്റുകൾ കുട്ടികളുടെ ബ്രെയിനെ ഓവറായിട്ട് സ്റ്റിമുലേറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് എന്ത് പറ്റുന്നു? ലെസ് സ്റ്റിമുലേറ്റിംഗ് ആയിട്ടുള്ള സ്ലോ ആയിട്ടുള്ള മറ്റ് ആക്ടിവിറ്റീസിൽ കുട്ടികൾക്ക് ഫോക്കസ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാകുന്നു. രണ്ടാമതായി ബാധിക്കാൻ പോകുന്ന ഏരിയയാണ് ഇമോഷൻ റെഗുലേഷൻ. നമുക്കൊരു ഉദാഹരണം എടുക്കാം. കുട്ടികൾ അവരുടെ സമപ്രായക്കാരായിട്ടുള്ള ആളുകളുടെ കൂടെ കൂടുതൽ സമയം ചെലവഴിക്കുകയും അവരുടെ കൂടെ കളിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഒത്തിരി കാര്യങ്ങൾ അതിൽ നിന്ന് പഠിക്കുന്നുണ്ട്. ഉദാഹരണമായി എങ്ങനെ മറ്റൊരാളുടെ ഇമോഷൻസ് മനസ്സിലാക്കാം, എങ്ങനെ എംപതൈസ് ചെയ്യാം, അല്ലെങ്കിൽ എങ്ങനെ അവരുടെ ഒരു ടേണിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. ഇങ്ങനെ പല കാര്യങ്ങളും പഠിക്കുന്നത് മറ്റുള്ള ആളുകളോടുള്ള ഇൻട്രാക്ഷനിലൂടെയാണ്. അമിതമായിട്ട് സ്ക്രീൻ ഉപയോഗിക്കുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഒരു ഇൻട്രാക്ഷനുള്ള അവസരം പതുക്കെ കുറയുന്നു. അതുപോലെ തന്നെ കുട്ടികൾ അമിതമായിട്ട് സ്ക്രീൻ യൂസ് ചെയ്യുമ്പം ഇമോഷൻസ് റിയൽ ലൈഫ് സെറ്റിങ്ങിൽ എങ്ങനെ മാനേജ് ചെയ്യണമെന്ന് പഠിക്കാൻ പറ്റാതെ വരുന്നുണ്ട്. മൂന്നാമതായി ബാധിക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട ഏരിയ സോഷ്യൽ സ്കിൽസ് ആണ്. കുട്ടികൾ അമിതമായി സ്ക്രീൻ യൂസ് ചെയ്യുമ്പോൾ അവരുടെ പിയർ ഗ്രൂപ്പിനോടൊപ്പവും അവരുടെ പേരൻസിനോടൊപ്പമുള്ള ഫേസ് ടു ഫേസ് ഇൻട്രാക്ഷൻ പ്രോപ്പറായിട്ട് നടക്കാതെ വരുന്നു. കുട്ടികൾ പല കാര്യങ്ങളും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പഠിക്കുന്നതും കാര്യങ്ങൾ മനസ്സിലാക്കുന്നതും ഈ ഒരു ഇൻട്രാക്ഷനിലൂടെയാണ്. സോ അമിതമായിട്ട് സ്ക്രീൻ യൂസ് ചെയ്യുന്ന കുട്ടികൾ പ്രോപ്പറായിട്ടുള്ള സോഷ്യൽ സ്കിൽസ് അക്യൂർ ചെയ്യാനായിട്ട് പറ്റാതെ വരുന്നുണ്ട്. കുട്ടികളുടെ സോഷ്യൽ സ്കിൽസ് ഇംപ്രൂവ് ചെയ്യണമെങ്കിൽ ഏറ്റവും പ്രധാനമായിട്ടും ചെയ്യേണ്ട കാര്യങ്ങളിലൊന്ന് കുട്ടികളുടെ സ്ക്രീൻ ടൈം കുറച്ച് മറ്റുള്ള ആളുകളോട് മാക്സിമം ഇൻട്രാക്ട് ചെയ്യാനായിട്ട് നോക്കുക.